ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കറിയുമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുമായിട്ട്. ഇപ്പം ചക്കയുടെ സീസൺ അല്ലേ, എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഇഷ്ടം പോലെ ഉണ്ടാകും. അങ്ങനെ ചക്കക്കുരു എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കുക്കറിലേക്ക് ഇടുക. ഞാനിന്ന് കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം മഞ്ഞപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇടുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ടു. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കുക. അതിനുശേഷം തേങ്ങ ചിരകി അതിലേക്ക് ചെറിയ ജീരകമിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കുക. പരിപ്പും ചക്കക്കുരുവും വിസിലടുപ്പിച്ച് 3 വിസിലാണേ വേണ്ടത്. അതിലേക്ക് ഈ അരപ്പ് ഒഴിക്കുക. പിന്നീട് മറ്റൊരു കടായി എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 സ്പൂണ് കടുക് ഇട്ട് താളിക്കാനായി വെക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഇടുക. അതിലേക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഇത് കറിയിലൊഴിച്ചാൽ കറി റെഡിയായി. നിങ്ങൾ വിചാരിക്കും ഞാനിതെന്താ തുറക്കുന്നതെന്ന്. മനസ്സിലായോ? ഇതെന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. ഇതാണ് ചെമ്മീൻ സ്ട്രിപ്സ്. ഇത് ഫ്രീസറിൽ വെച്ചത് കൊണ്ടാണ് ഇത്രക്കും ഉറപ്പ്. അപ്പോൾ ആവശ്യത്തിന് ചെമ്മീൻ സ്ട്രിപ്സ് എടുത്തതിന് ശേഷം ഒരു കടായിയിൽ എണ്ണ ചൂടായതിന് ശേഷം ഇതിൽ ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് വറുത്ത് കോരി എടുക്കുക. അങ്ങനെ ചെമ്മീൻ സ്ട്രിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എയർ ഫ്രയറിലും ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഇത് ചെമ്മീൻ സ്ട്രിപ്സ് അല്ല, ഇത് ചിക്കൻ സ്ട്രിപ്സ് ആണ്. അങ്ങനെ ചെമ്മീൻ സ്ട്രിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കാർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുക. ഞാനിതിൻ്റെ റെസിപ്പി എന്തായാലും ഇട്ട് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് റെഡിയായി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഇനി ഇങ്ങനത്തെ റെസിപ്പിയായി ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബൈ ബൈ.